എന്നാ അതെ മോളെ, നമ്മൾ ഇത്രയും മീൻ മേടിച്ചതിന് മുമ്പ് ചൂര മീൻ അച്ചാറിൻ്റെതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും കൂടുതൽ മീൻ മേടിച്ച് വെച്ചേക്കുന്നത് അച്ചാറിടാനാണ്. അച്ചാറിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അതിന് വേണ്ടിയാണ് ഈ ഇത് മേടിച്ചത്. അപ്പോൾ അത് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. ക്ലീൻ ചെയ്ത് അരിഞ്ഞ് എടുത്തതിന് ശേഷം കാണിക്കാം. അച്ചാറിടാനുള്ള മീനാണ് ശരിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുള്ളും ബാക്കിയുള്ള ഭാഗങ്ങളും, അതിൻ്റെ തലയും അതെല്ലാം സെപ്പറേറ്റ്, അതിൻ്റെ മുട്ട പ്രത്യേകം. അപ്പോൾ ഇതൊരു 2500 രൂപ അടുപ്പിച്ച് വിലയാണ് ഇത് മേടിച്ചത്. ഇത് പൂന്തറ എന്ന് പറയുന്ന കടപ്പുറത്ത് അവർ വലയിൽ പിടിച്ചതല്ല, ചൂണ്ടയ്ക്ക് പിടിച്ച മീനാണ്. അത് നല്ല വില. അത് ഫ്രഷായിട്ടുള്ള മീനും, അത് ഒന്നും ചീത്തയായതല്ല, ഫ്രഷാണ്, ഒരു മരുന്നൊന്നും ചേർത്തതല്ല. അത് അങ്ങനെ, അതുകൊണ്ട് ഞാൻ അച്ചാറിടാൻ വേണ്ടിയാണ്. അച്ചാറിട്ടിട്ട് ഇത് 2-3 ദിവസം നമുക്ക് കറി വയ്ക്കാനുള്ള സംഗതിയുണ്ട്. ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കും. 2-3 ദിവസം 2-3 പ്രാവശ്യമായിട്ട് കറി വയ്ക്കാൻ പറ്റും. അങ്ങനെ ഇത് ഞാൻ അരപ്പൊക്കെ പുരട്ടി അത് വറുത്തതിന് ശേഷം വീണ്ടും കാണിക്കാം. സഹായിക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമാണ് എടുക്കുന്നത്. പാത്രമൊന്നും നോക്കി വിലയിരുത്തരുത്, കാരണം ഞങ്ങൾ എന്നും യൂസ് ചെയ്യുന്ന പാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വാടക വീടാണ്. അപ്പം നമുക്ക് ഒരുപാട് പാത്രമൊന്നും വാങ്ങിച്ച്, മോഡൽ പാത്രമൊന്നും വാങ്ങിച്ച് വയ്ക്കാൻ പറ്റില്ല, കാരണം പൊട്ടിപ്പോവും. ഓക്കെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കൂടെ ഇട്ട് പൊരിക്കാൻ വേണ്ടി പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. അത് വെള്ളം കാണും, അത് കാരണമാണ് വേറെ അരപ്പിൽ വെള്ളം ചേർക്കാത്തത്. മീനിൽ നനവുണ്ട്, അപ്പോൾ അത് കാരണം അതിനെ അങ്ങ് പുരട്ടി വയ്ക്കാം. ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. 2500 രൂപയ്ക്ക് വാങ്ങിച്ച മീനാണ്. ഇത്രയാണ് വറുക്കാനായിട്ടുള്ളത്, ബാക്കിയൊക്കെ കറി വയ്ക്കാനായിട്ടെടുത്ത്. ഓക്കെ. ഞാൻ ആ മീനിൻ്റെ തലയും കഷ്ണവും ബാക്കിയുള്ളതും കറി വയ്ക്കാനായിട്ട് പോകുന്നു. ഞങ്ങളെ പാത്രമൊന്നും കണ്ട് വിലയിരുത്തല്ലേ. പാത്രമൊക്കെ ഈ എപ്പോഴും ഉപയോഗിച്ച് അതായത് പിണം പുളിയാണ്. ഉപയോഗിച്ച് അത് പിന്നെ കറുത്തിരിക്കുക. ഉടനെ നമുക്കിനി പുതിയതൊന്നും വാങ്ങാൻ പറ്റില്ല. ഞാനത് വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ്, തലമീനിങ്ങനെ കറി വയ്ക്കുമെന്നുള്ളത്. ഉലുവപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതാ തല ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തലയത് മുറിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കറി വയ്ക്കുന്നത്. എൻ്റെ കൊച്ചുമോൾക്ക് മീനിൻ്റെ മുട്ട വലിയ ഇഷ്ടമാണ്. അങ്ങനെ അത് പൊരിക്കുന്നത്. എനിക്ക് കോപ്പി റൈറ്റൊന്നും തരരുത്, കാരണം ഞാനിത് ചൂര മീനിൻ്റെ കറി മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് തല വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അച്ചാറ് മുമ്പ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിപ്പോൾ കൂടുതൽ മീൻ മേടിച്ച് ഇടാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കോപ്പി റൈറ്റൊന്നും തന്ന് കളയരുത്, നമ്മൾ വെറും സാധുക്കളാണ്. ശരി, ഓക്കെ. ഇനി മറ്റേ അച്ചാറിടേണ്ട മീൻ വറുക്കുമ്പോൾ കാണിക്കാം. മീൻ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില ആദ്യം ഇട്ടത് മീൻ വറുക്കാനിടാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം.
തലമീനിൻ്റെ കറി റെഡിയായി. അതിനി ഓഫ് ചെയ്യണം. ഒരു സ്റ്റെപ്പ് വറുത്ത് കോരി, അടുത്ത സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നു. അടുത്തിനി അത് കഴിഞ്ഞ് ഇടാൻ ഇനിയുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം കാണിക്കാം. ആരാണോ ഇഞ്ചി വെളുത്തുള്ളി ആണ്. ഇഞ്ചി വെളുത്തുള്ളി ആണ്. അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയും. അതും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതിന് മുളക് പൊടി ഇടുന്നു. മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഇരിക്കണേ. വിനീഗർ ഉണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അച്ചാറിന് മീനെടുത്തിട്ടിട്ടുണ്ട്. അച്ചാറിൻ്റെ ഇതൊക്കെ ആയി. അച്ചാർ കഴിക്കാൻ കൊള്ളാം. തീർത്തിട്ട് കൂടെ കാണിക്കാം. ഇത് നല്ലെണ്ണയാണ്. എണ്ണ കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കുകയാണ്. അച്ചാറായിട്ടുണ്ട്. അത് ഇങ്ങനെ ചൂരമീൻ അച്ചാർ, ടൂണ, പിന്നെ ടൂണ എന്നും പറയും. അച്ചാർ റെഡിയായി.